ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു പോഹ കട്ട്ലേറ്റ്. അതിനെന്ത് വേണമെങ്കിൽ പറയാം, പോഹ പട്ടീസ്, കട്ട്ലേറ്റ് ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു കപ്പ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് കപ്പ്? ഈ കപ്പിൽ ഒരു കപ്പ് അവിൽ കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ കപ്പിൽ അവിലെടുത്തിട്ടുണ്ട്. ഈ അവിലിതാ കറക്റ്റ് ഒരു കപ്പാണ് കേട്ടോ. ഇങ്ങനെ ഒരു കപ്പ് അവിലെടുത്തിട്ടുണ്ട്. റെഡ് അവിലോ വെള്ള അവിലോ എന്ത് വേണമെങ്കിൽ എടുക്കാം. കുറച്ച് നേരിയതാണെങ്കിൽ നന്നായിരിക്കും. ഇതെൻ്റെ വളരെ നേരിയത് തന്നെയാണ്. ചോപ്പാണെങ്കിലും അത് ഹാർഡൊന്നുമല്ല കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ 2 ഉരുളക്കിഴങ്ങ് പൊടിച്ചിടണം. ഇതിങ്ങനെ 2 ഉരുളക്കിഴങ്ങാണ്, 2 എണ്ണമാണ് കേട്ടോ ചേർത്ത്. ഞാൻ അതിനിങ്ങനെ 4 ആക്കിയിരിക്കുകയാണ് പുഴുങ്ങാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോളൂ, 2 ഉരുളക്കിഴങ്ങാണ്. അതിനിങ്ങനെ 4 കഷ്ണമാക്കി വേവിച്ചപ്പോൾ കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് നന്നായി ഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്താൽ നമുക്ക് നല്ലോണം സ്മാഷ് ചെയ്താൽ മതി. പക്ഷേ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ഈ പൊട്ടറ്റോ ഒക്കെ നന്നായി ഗ്രേറ്റ് ചെയ്തിട്ടൊന്ന് കൈ കൊണ്ട് നന്നായി സ്മാഷ് ചെയ്തു. എന്നിട്ട് ഈ അവിൽ ഞാൻ വെള്ളത്തിലിട്ടിട്ട് 3-4 പ്രാവശ്യം കഴുകി കേട്ടോ. ഇത് കുറച്ച് നല്ല സോഫ്റ്റ് അവിൽ തന്നെയാണ്, ചോപ്പാണെങ്കിലും ഡബിൾ ഹോഴ്സിൻ്റെ അവിലാണിത്. അപ്പോൾ ഞാനതിനെ വെള്ളത്തിലിട്ട് 3-4 പ്രാവശ്യം കഴുകിയ ശേഷം അത് നല്ല സോഫ്റ്റായി. ഞാനിതിനെ നല്ലോണം പിഴിഞ്ഞെടുത്തു. എന്നിട്ട് തീരെ വെള്ളം പാടില്ല, വെള്ളത്തിനെ നല്ലോണം പിഴിഞ്ഞെടുത്ത ശേഷം ഈ 1 കപ്പ് അവിൽ ഞാൻ സോക്ക് ചെയ്തത് മുഴുവനും ഞാനിതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് നന്നായി ഒന്ന് കുഴയ്ക്കുക. കണ്ടോളൂ. ഇനി ഇതിൻ്റെ കൂടെ ഇങ്ങനെ നന്നായി സ്മാഷ് ചെയ്ത ശേഷം ഞാനിതിൻ്റെ കൂടെ ഒരു 3 വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നു. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നു കേട്ടോ. ഉപ്പിട്ടു. ഇനി എന്തൊക്കെ മസാല ചേർക്കണം കണ്ടോളൂ. കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇതൊക്കെ അവരവരെ ഇഷ്ടമായി ചേർക്കാം, ഞാനിതിലൊന്നും കണക്ക് പറയുന്നില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കൂടെ തന്നെ ഒരു ലേശം മാംഗോ പൗഡർ, ഒരു ചെറിയൊരു പുളിപ്പ്, അതും ഒരു 1/4 ടീസ്പൂൺ കേട്ടോ. പിന്നെ ചേർക്കുന്നതാണ് ചാട്ട് മസാല. ഈ ചാട്ട് മസാല ഈസ് ഓപ്ഷൻ കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇതൊന്നും നിർബന്ധമില്ല. പക്ഷേ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് എന്തെങ്കിലും ചേർക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ചാട്ട് മസാല ഇതും കൂടെ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിയില. ഇത് അതിൻ്റെ ഫ്ലേവർ നല്ലോണം കൂട്ടും കേട്ടോ. ഇപ്പോൾ ഞാനിതെല്ലാം കൂടി നന്നായി ഒന്ന് സ്മാഷ് ചെയ്യണം. ഈ കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലയുടെ പൊടിയും എല്ലാം കൂടി നന്നായി വരണം എനിക്ക്. ഇനി ഞാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഇത് നല്ല ഒരു പട്ടീസ് ഉണ്ടാക്കാനോ കട്ട്ലേറ്റ് ആക്കാനോ ഒക്കെ എനിക്ക് വളരെ നന്നായി കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അഥവാ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് വെള്ളമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂൺ കടലമാവ് അല്ലെങ്കിൽ കോൺഫ്ലോർ ചേർക്കാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. എന്താ കാരണം വെച്ചാൽ എനിക്കിത് വളരെ നന്നായിട്ട് മസാലയെല്ലാം ചേർന്ന് നന്നായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടേബിൾ സ്പൂൺ കടലമാവല്ല, 1 ടേബിൾ സ്പൂൺ മൈദാമാവും 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്ലറി ഉണ്ടാക്കും. എന്നിട്ട് അതിനെ ഇതിൽ മുക്കിയിട്ട് ഇടുകയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിനി അടുത്ത് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു മിക്സ്ചർ ഉണ്ടാക്കും. ഇപ്പോൾ ഇതിൽ ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലോർ, പിന്നെ 1 ടീസ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ, അതുപോലെ മൈദ, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഞാനൊരു പേസ്റ്റ് ആക്കാൻ പോകണം. പേസ്റ്റ് പറഞ്ഞാൽ വാട്ടറി പേസ്റ്റാണ് കേട്ടോ. എന്താ വെച്ചാൽ അത് മുക്കിയിട്ടിട്ട് നമ്മളതിനെ ബ്രെഡ് ക്രംസിലാണ് മറിച്ചിടുക. പക്ഷേ എൻ്റെ അടുത്ത് ബ്രെഡ് ക്രംസ് ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ റവയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഞാൻ ഒരു നുള്ളു ഉപ്പിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിന് ഞാനൊരു വാട്ടറി പേസ്റ്റ് ആക്കാൻ പോകണം.
ഇങ്ങനെ പാടുള്ളൂ കേട്ടോ. ഒരുപാട് അതിനെ കട്ടിയാക്കരുത്. ഇത് ആ പട്ടി സൈഡ് മുക്കിയിടാനാണ്. ഇപ്പം ഞാൻ ഇതിനെയൊക്കെ ഇങ്ങനെ ഒരു കട്ട്ലേറ്റ് ഷേപ്പിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് റൗണ്ടായിട്ടിടണമെങ്കിൽ റൗണ്ടായിട്ടിടാം. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് ക്രിസ്പിനെസ് കൂടും. ഞാനിപ്പോൾ ഇതിനെങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാണ് ആക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഫിംഗേഴ്സ് ആക്കാം നമുക്ക് കേട്ടോ. ഫിംഗർ ഷേപ്പിലാക്കാം. ഇപ്പം ഞാൻ ഇനി പാനിൽ എണ്ണ ഒഴിക്കട്ടെ. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് ഇതിലേക്ക് ഇങ്ങനെ മുക്കുക കണ്ടോളൂ. ഇത് വളരെ ലൈറ്റാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ റവയിൽ അതിനെ കോട്ട് ചെയ്യുക നല്ലോണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതടുത്തതുണ്ട്. അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഇതിന് പകരം ബ്രെഡ് ക്രംസ് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഇപ്പം ഇല്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതാണെങ്കിൽ നല്ല ക്രിസ്പിനെസ് തരും. ബ്രെഡ് ക്രംസുമായി തന്നെ ഈ റവ നല്ലൊരു ക്രിസ്പിനെസ് തരും. ഇപ്പോൾ രണ്ടെണ്ണമായിട്ടാവട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ബ്രൗൺ കളർ വരട്ടെ. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ആദ്യമേ തന്നെ തീ ഒരുപാട് ഹൈയിൽ വെക്കരുത്. വെച്ചാൽ പുറം നന്നായി ആയിട്ട് വരും, ഉള്ളു പോകില്ല. അപ്പോൾ ആദ്യം ഈ നല്ലോണം എണ്ണ ഒന്ന് ചൂടായ ശേഷം അത് നല്ലോണം സിമ്മിലേക്ക് അല്ലെങ്കിൽ ലോയിലേക്ക് വയ്ക്കുക, അല്ലെങ്കിൽ മീഡിയം. നിങ്ങളുടെ ഫ്ലെയിം അനുസരിച്ചിട്ട് നിങ്ങളത് ചെയ്യണം. ഇല്ലെങ്കിൽ അങ്ങനെ പുറം ഭാഗം കരിഞ്ഞു പോവും, ഉള്ളു ഭാഗം വീഴും. അപ്പം ഞാനിപ്പോൾ ഇത് മീഡിയത്തിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനിത് നല്ല ബ്രൗൺ കളറായി ഞാനിതിങ്ങനെ ആദ്യം എടുത്ത് മാറ്റി വന്നു കേട്ടോ. അതേമാതിരി റവ ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടം മാതിരിയാണ്. റവ ആണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ബ്രെഡ് ക്രംസ് ചേർക്കാൻ. ഇനി എന്താ ഞാനിങ്ങനെ അതിനെല്ലാം മാറിനേറ്റ് ചെയ്തു അടുത്തത് ഇതാണ്. ഇപ്പോൾ എൻ്റെ എല്ലാ കട്ട്ലേറ്റും റെഡിയായി. നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ഇതുണ്ടാക്കാൻ ഒരു പണിയില്ല. നമ്മൾ പൊട്ടറ്റോ വേവിച്ച് വെച്ചതുണ്ടെങ്കിൽ വളരെ എളുപ്പമായി. ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്കിടയ്ക്ക് പൊട്ടറ്റോ വേവിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും. ആരെങ്കിലും വരുന്നു എന്ന് കണ്ടാൽ വേഗം എടുക്കുക, സ്മാഷ് ചെയ്യുക. അവലുണ്ടെങ്കിൽ അവൽ, ബാക്കി എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ ഇടുക. എന്നിട്ട് ഇതിപ്പോൾ ഞാനിപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യുക പാനിൽ വെച്ചിട്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ട് സ്നാക്കാണ്. ഇത് നമ്മുടെ ടൊമാറ്റോ സോസ്, നല്ല ഗ്രീൻ ചട്നി. എൻ്റെ അടുത്ത് ഗ്രീൻ ചട്നി ഉണ്ട്. അപ്പോൾ ഞാൻ അതെടുത്തിട്ടാണ് കഴിക്കാൻ പോകുന്നത്. എനിക്കിപ്പോൾ 2 ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ വേഗം ചെയ്യാനാണ് ഞാൻ ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ. പ്ലീസ് എൻകറേജ് മീ. ഓൾസോ സബ്സ്ക്രൈബ് ഫോർ മൈ ചാനൽ. ഷെയർ ഇറ്റ് യുവർ ഫ്രണ്ട്സ്. ഓക്കെ, ബൈ.